ദേവി അവിടെ നിൽക്കും. പേടിക്കണ്ട, സാഹിബിന് അബുവിനെ തിരിച്ചു കിട്ടും. അവൻ അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. നന്ദിയുണ്ട്, പെരുത്ത് നന്ദിയുണ്ട്. എന്നോടല്ല, സാക്ഷാൽ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഒരു പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ടാവാം. ഇന്നലെ വരെ ഈശ്വരനെ പഴി പറഞ്ഞവനാ ഞാൻ. എന്നാൽ ഇപ്പോ ഈ നിമിഷം ഞാൻ അവൻ്റെ മഹത്വം അറിയുന്നു. മരണത്തിൽ നിന്നും അബുവിനെ ഇവിടെ വരെ എത്തിച്ചത് അവനല്ലെങ്കിൽ മറ്റാരാണ്? അൽഹംദുലില്ലാ. കൊലക്കയറി നിങ്ങൾ എൻ്റെ മോനെ രക്ഷിച്ചു എന്ന് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊലക്കയറി നല്ല ഞാൻ രക്ഷിച്ചത്. തൂക്ക് കഴിഞ്ഞ് കൃത്യം 35-ാം മിനിറ്റിൽ അബുവിന്റെ ബോഡി എന്റെ ടേബിളിലെത്തി. ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് മരിച്ചു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണമല്ലോ. മരവിച്ച മനസ്സോടെ ഞാൻ അബുവിനെ പരിശോധിച്ചു. പൾസ് ഡെഡാണ്. പക്ഷേ ഹാർട്ട് ബീറ്റ് നോക്കി ഞാൻ നടുങ്ങിപ്പോയി. അബുവിന്റെ ഉള്ളിൽ ജീവൻ അവശേഷിക്കുന്നു. വളരെ വളരെ നേർത്ത ഒരു നെഞ്ചിടിപ്പ്. ഇനി നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാം. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു. ഭാഗ്യത്തിന് അബുവിന്റെ പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയായി വന്നത് ദാസായിരുന്നു. അബുവിന്റെ നിരപരാധിത്വം അറിയാവുന്ന ദാസും രണ്ടും കൽപ്പിച്ച് എന്റെ കൂടെ നിന്നു. എന്റെ മനസ്സ് പറഞ്ഞത് ഇത് ദൈവഹിതമാണെന്ന്. നിരപരാധിയായ അബുവിനോട് ഈശ്വരൻ കാണിച്ച കാരുണ്യം. പിന്നെ വൈകിയില്ല. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അബൂബക്കർ മരിച്ചുവെന്ന് സർട്ടിഫൈ ചെയ്ത് ബോഡി വിട്ടുകൊടുത്തു. പിന്നെ അങ്ങോട്ട് ഇവിടെ വരെ ജീവൻ പണയം വെച്ചൊരു കളിയായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഒരായുസിന്റെ സുഹൃതം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ അമ്മുവിൻ്റെയും ആയിഷയുടെയും ഒക്കെ ആത്മാവിന്റെ പ്രാർത്ഥനയായിരിക്കാം അബുവിന്റെ ഈ പുനർജന്മം.